അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷെയ്ഖ് ജീലാനി അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ മഹാനാണ്. ഒരുപാട് കിതാബുകൾ ദർസ് നടത്തുകയും ഒരുപാട് ദീനിന് വേണ്ടി സേവനം അർപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ധാരാളം തൻ്റെ ജീവിതം മുഴുവനും ചെലവഴിക്കുകയും ചെയ്ത ഗൗസുൽ ആദം തങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം ഹിജ്റ 491 ഗൈലാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാഖിലെ ഒരു പ്രദേശത്ത് ജനിക്കുകയും വാപ്പ ഹസൻ റളിയല്ലാഹു അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയാകുന്ന ഹസൻ റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളും ഉമ്മ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ് ഗൗസുൽ ആദം തങ്ങൾ. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാനവരുകൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഗൗസുൽ ആദം തങ്ങളുടെ ബാല്യകാലം, അവിടുത്തെ ചെറുപ്പത്തിലുള്ള ചില അത്ഭുതങ്ങൾ, കറാമത്തുകൾ ബറക്കത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങളാണ് മഹാനവരുകൾ കാണിച്ചത്. ഗൗസുൽ ആദം തങ്ങളുടെ ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മ തുമ്പിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പോൾ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞ് ഗൗസുൽ ആദം തങ്ങൾ യർഹമക്കുമുല്ലാഹ് എന്ന് പറഞ്ഞത് കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ സുബ്ഹാനല്ലാഹ് റമളാനിൻ്റെ 1-ാമത്തെ ദിവസമാണ് ജനിക്കുന്നത്. ആ സമയത്ത് ജനിച്ച് വീഴുമ്പോൾ തന്നെ അവിടുത്തെ ചുണ്ടിൽ നിന്ന് അല്ലാഹ് അല്ലാഹ് എന്ന വാക്കുകൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് ജനിക്കുന്നത്. ആ റമളാൻ മാസത്തിൽ 30 ദിവസവും പകൽ സമയം മുലപ്പാൽ കുടിച്ചിരുന്നില്ല എന്ന് മുതലായ റമളാനിൽ 30 നാളിലും മുലക്ക് കുടിക്കും കാലം മുലനെ തൊടാത്തവർ എന്ന് മുഹ്യിദ്ദീൻമാലയിൽ പറഞ്ഞതുപോലെ മുലപ്പാൽ കുടിച്ചിരുന്നില്ല എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളെ 5-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉമ്മ ഉസ്താദിൻ്റെ അടുക്കൽ അയച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഉസ്താദ് ഔദ് തുടങ്ങുകയാണ്. അങ്ങനെ ഔദ് തുടങ്ങിയപ്പോൾ അതിൻ്റെ അപ്പുറം ഉസ്താദിന് വായിക്കാൻ ആ കുഞ്ഞ് 5-ാം വയസ്സിൽ തന്നെ 5-ാം വയസ്സുകാരനായ അബ്ദുൽ ഖാദിർ എന്ന ആ കുഞ്ഞ് അതാ സമ്മതിക്കുന്നില്ല. ആ കുഞ്ഞിങ്ങനെ ഓതിക്കൊണ്ടുപോയി ഔദു ബിസ്മി തുടങ്ങി 18 ജുസ് വരെ കാണാതെ പാരായണം ചെയ്തു. ഉസ്താദ് ചോദിച്ചു അത്ഭുതത്തോടെ, എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞ മറുപടി, സുബ്ഹാനല്ലാഹ്, കുഞ്ഞ് പറഞ്ഞത്, എൻ്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്ന ആ സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ്റെ 18 ജുസ് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ആ 18 ഉമ്മ വായിക്കുമ്പോൾ തന്നെ, ഉമ്മ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഞാനത് മനഃപ്പാഠമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ 18 ജുസ് എനിക്ക് കാണാതെ അറിയാം. അതിൻ്റെ അപ്പുറം ഉസ്താദ് പറഞ്ഞു തരണം എന്ന് കുഞ്ഞ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മമാർ അവരുടെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നല്ലത് ചൊല്ലുമ്പോൾ, നല്ലത് ഓതുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ അത് കുഞ്ഞുങ്ങൾ കേൾക്കുകയാണ്, കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗസുൽ ആദമിൻ്റെ അത്ഭുതം സുബ്ഹാന മനഃപ്പാഠമാക്കുകയും ചെയ്തു എന്നതാണ് കിതാബിൽ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഗൗസുൽ ആദം തങ്ങളുടെ മദതും അവിടുത്തെ കാവലും അവിടുത്തെ സഹായവും നമുക്കുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കാത്തും എത്തുമേ. എല്ലാ ദിവസവും ഗൗസുൽ ആദം തങ്ങളുടെ പേരിലൊരു ഫാത്തിഹ നിത്യമായി പതിവായി ഓതുന്നവർക്ക് ഗൗസുൽ ആദം തങ്ങളുടെ കാവലുണ്ടാകുമെന്നും ഗൗസുൽ ആദം തങ്ങളുടെ മദതുണ്ടാകുമെന്നും സഹായമുണ്ടാകുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.